ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2026 ഏപ്രിൽ 7 കറണ്ട് അഫയേഴ്സ് ആട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമാണ്, എല്ലാവർക്കും അറിയുന്നതാണിത്. 2026 പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ ആരോഗ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കൂ, ശാസ്ത്രത്തോടൊപ്പം നിൽക്കൂ എന്നാണ്. അപ്പോൾ ടുഗദർ ഫോർ ഹെൽത്ത്, സ്റ്റാൻഡ് വിത്ത് സയൻസ്. ഞാനൊന്ന് നോക്കി. അപ്പോൾ എന്താണ് 2026 പ്രമേയം? ആരോഗ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കൂ, ശാസ്ത്രത്തോടൊപ്പം നിൽക്കൂ എന്നാണ് 2026 ലോകാരോഗ്യ ദിനത്തിലെ പ്രമേയം കേട്ടോ. അതേപോലെ 2025 പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷയുള്ള ഭാവികൾ. ഹെൽത്ത് ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. അതാണ് കേട്ടോ 2025 പ്രമേയം. ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷയുള്ള ഭാവികൾ. ഇപ്പൊ 2026 പ്രമേയം സയൻസുമായി ബന്ധപ്പെട്ട, സയൻസും കൂടെ ഒരുമിച്ച് നിൽക്കും എന്ന് പറഞ്ഞാണ് 2026 പ്രമേയം. 2025 പ്രമേയം കുറച്ച് ഷോർട്ടാണ്. ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷയുള്ള ഭാവികൾ. ഭാവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് 2025 സയൻസുമായി ബന്ധപ്പെട്ട് പറഞ്ഞുണ്ടെങ്കിൽ അത് 2026 പ്രമേയാട്ടോ. അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത നിർമ്മിച്ച ആന്റി മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ മാൾവാനാട്ടോ. അപ്പോൾ അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത മറൈൻ വാൽഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ് മാൾവാൻ കേട്ടോ. ഇനി അടുത്തത് ചെറുകിട നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നതിനും ശിക്ഷ ലഘൂകരിക്കുന്നതിനുമായി ലോകസഭയിൽ പാസാക്കിയ ബില്ലാണ് ജൻവി ഷോസ് ഭേദഗതി ബില്ല്. ചെറുകിട നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ നിന്നും ഒഴിവാക്കിയതാണ് ജൻവി ഷോസ് ഭേദഗതി ബില്ല്. നെക്സ്റ്റ്, തന്തയില്ലാത്തവൻ എന്ന് വിളിക്കുന്നത് IPC സെക്ഷൻ 294 പ്രകാരം ക്രിമിനൽ കുറ്റമല്ലെന്ന് 2026 ഏപ്രിൽ വിധി പുറപ്പെടുവിച്ച കോടതിയാണ് സുപ്രീം കോടതി. ഇന്ത്യയിൽ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച 500 മെഗാവാട്ട് പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ആദ്യഘട്ട പ്രവർത്തനക്ഷമമായത് കൽപ്പാക്കം, തമിഴ്നാട്. ഇന്ത്യയിൽ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എവിടെയാണ് പ്രവർത്തനക്ഷമമായത്? കൽപ്പാക്കം, തമിഴ്നാടു. ദെൻ രൂപകൽപ്പന നിർവഹിച്ചത് ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച്, അറ്റോമിക് എനർജി വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഭാരതീയ നഭിക്കിയ വിദ്യുത് നിഗം ലിമിറ്റഡ് ആട്ടോ. നെക്സ്റ്റ്, ഇന്ധനമായി ഉപയോഗിക്കുന്നത് യുറേനിയം പ്ലൂട്ടോണിയം മിക്സഡ് ഓക്സൈഡ്. ആണവോർജ കമ്മീഷൻ ചെയർമാനാണ് അജിത് കുമാർ മൊഹന്തി. അത് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അജിത് കുമാർ മൊഹന്തി, ആണവോർജ കമ്മീഷൻ ചെയർമാനാണ് അജിത് കുമാർ മൊഹന്തി. 2026 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത റഷ്യൻ മിസൈൽ എഞ്ചിനീയറാണ് അലക്സാണ്ടർ ലിയനോവ്. ബ്രഹ്മോസ്, റഷ്യയുടെ സിൽക്കോൺ തുടങ്ങിയ മിസൈലുകൾ വികസിപ്പിച്ചത് നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. ദെൻ 2026 വൺ ഹെൽത്ത് വേൾഡ് സമ്മിറ്റിന് വേദിയായ രാജ്യമാണ് ഫ്രാൻസ്. 2026 വൺ ഹെൽത്ത് വേൾഡ് സമ്മിറ്റിന് വേദിയായ രാജ്യമാണ് ഫ്രാൻസ്. 2026 ഏപ്രിലിൽ വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് ടോ ലാം ആട്ടോ. 2026 ഏപ്രിലിൽ വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് ടോ ലാം. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 200 വിക്കറ്റ് നേടുന്ന ആദ്യ ഫാസ്റ്റ് ബൗളറുമായി മാറിയത് ആരാണ്? ഭുവനേശ്വർ കുമാർ. അദ്ദേഹത്തിന്റെ ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. അപ്പോൾ ഇപ്പൊ നിലവിൽ അയാൾ കളിക്കുന്നത് ഈ ടീമിലാണ്, ബാംഗ്ലൂരുവിലാണ് കളിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പ്രീമിയർ ലീഗ്, അതായത് IPL 200 വിക്കറ്റ് നേടുന്ന ആദ്യ ഫാസ്റ്റ് ബൗളറാണ് ഭുവനേശ്വർ കുമാർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഏപ്രിൽ 7 2026 ഏപ്രിൽ 7 കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇനി മുതൽ ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ ക്ലാസ്സുകളും, അതായത് ഏപ്രിൽ 8, 9 അങ്ങനെ എല്ലാ ഡേയ്സിന്റെയും തുടർച്ചയായിട്ട് വീഡിയോ ഉണ്ടാവും.
അപ്പോൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ കൂടാം. ഓക്കെ, താങ്ക് യു.